പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച മറ്റ് പ്രിയപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള മറ്റ് സഹോദരങ്ങളെ, നമ്മൾ ഈ പരിശുദ്ധ കുർബാന നമ്മളുടെ സഭയിലെയും ഈ സംസ്ഥാനത്തിലെയും തന്നെ സമാരാധ്യനായ ആർ.വി. തോമസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ദൈവത്തിനു മുമ്പാകെ നമ്മൾ സമർപ്പിക്കുകയാണല്ലോ. അദ്ദേഹത്തോട് നമുക്കെല്ലാവർക്കും, ഈ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ ഭാഗത്തുള്ള എല്ലാവർക്കുമുള്ള ആദരവിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ ബലിപീഠത്തിന് ചുറ്റും അദ്ദേഹത്തിൻ്റെ സ്മരണകളുമായിട്ട് നമുക്ക് ഒന്നിച്ച് ആയിരിക്കാൻ സാധിക്കുന്നത്. യഹൂദ പാരമ്പര്യപ്രകാരവും നമ്മളുടെ ക്രിസ്തീയ ആചാര വിധികളുമെല്ലാം അനുസരിച്ച് പൂർവ്വപിതാക്കന്മാരോട്, മരണമടഞ്ഞ മാതാപിതാക്കളോട് വലിയ ആദരവ് കാണിക്കുക എന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. വേദപുസ്തകത്തിൽ ഇബ്രാഹിത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സാറായുടെയും എല്ലാം കല്ലറകളെക്കുറിച്ചുള്ള ചർച്ചകൾ, അതെവിടെയായിരിക്കണം, അതെങ്ങനെയായിരിക്കണം എന്നുള്ള വിപുലമായ ചിന്തകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അവരെ മറവ് ചെയ്താലും ആരും പെട്ടെന്ന് മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് കളയരുത് എന്നുള്ള ഒരു വലിയ വിചാരം അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 26 110 വയസ്സായപ്പോൾ യൗസേപ്പ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി പെട്ടിയിൽ സൂക്ഷിച്ചു. അന്ന് യൗസേപ്പ് സ്വന്തം നാട്ടിലല്ല, ഈജിപ്തിലാണ്. ആ മൃതശരീരം അവർ സൂക്ഷിച്ചു വെച്ചു. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ്, കാലഘട്ടങ്ങൾ കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം രൂപീകൃതമായപ്പോൾ 13:19 നമ്മൾ വായിക്കുന്നു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ദൈവജനം യൗസേപ്പിൻ്റെ അസ്ഥികൾ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന സ്വന്തം നാട്ടിൽ മറവ് ചെയ്തു. ഇത് വലിയൊരു ആചാരക്രമമാണ്. നമ്മളുടെ അസ്ഥികൾ വിദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന രാജ്യങ്ങളിൽ സ്വന്തം രാജ്യത്തിന് പുറത്ത് ആയിരിക്കരുത്. മാതാപിതാക്കൾ മക്കളോട്, യോസേപ്പ് തന്നെ അത് സൂചിപ്പിച്ചിരുന്നു, അവരത് ഭദ്രമായിട്ട് ചെയ്ത് അവർ വലിയ ഓർമ്മ, അവർ അടിമത്തമെല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പോന്നപ്പോൾ നമ്മളുടെ പിതാവിൻ്റെ യോസേപ്പിൻ്റെ അസ്ഥികൾ കൂടെ നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോരണം. വലിയൊരു പ്രബോധനമാണത്. ഒരു കുടുംബനാഥനോട്, തലമുറകളുടെ നാഥനോട് ആ മക്കൾ, ചെറുമക്കൾ എല്ലാം കാണിക്കുന്ന ഒരു വിധേയത്വത്തിൻ്റെ അടയാളം കൂടിയാണ്. 2 രാജാക്കന്മാർ 23:17 നമ്മൾ വായിക്കുന്നു, ദൈവപുത്രനായ ഒരു മനുഷ്യൻ്റെ ശവകുടീരം. പ്രവാചകന്മാരുടെ ഒക്കെ പുണ്യകുടീരത്തെക്കുറിച്ച് പഴയ നിയമം പ്രത്യേകിച്ച് പറയുന്ന ഒരു സവിശേഷമായ പ്രയോഗശൈലിയാണ്. ദൈവപുത്രന് സമാനമായ ഒരുവൻ്റെ പുണ്യകുടീരം. ക്രിസ്തീയ പാരമ്പര്യത്തിൽ നമ്മൾ ഇതിന് ഒരു കുറവും വരാതെ നമ്മൾ കാത്ത് പരിപാലിച്ചു. ആദ്യകാലങ്ങളിലൊക്കെ വീടുകളിൽ ചുറ്റും, നമ്മുടെ വീടിന് ചുറ്റും മറവ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കം നമ്മുടേതും കൂടിയായിരുന്നു. കുഴിമാട സേവ എന്ന് പറഞ്ഞ് വൈദികർ ആണ്ടുവട്ടത്തിൽ 1-ലധികം പ്രാവശ്യം വീട്ടുകാരുടെ ആവശ്യപ്രകാരം അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയൊരു കീഴ്വഴക്കം നമുക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മളുടെ പ്രധാനപ്പെട്ട ദേവാലയത്തിൻ്റെ ആനവാതിൽ ഒഴിവാക്കി പള്ളിക്ക് പുറത്ത്, പള്ളിക്ക് ചുറ്റും നമ്മളുടെ പൂർവികരെ സംസ്കരിക്കുന്ന ഒരു കീഴ്വഴക്കമായിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് നമ്മൾ പള്ളിയിൽ നിന്ന് അല്പം മാറി സിമിത്തേരി രൂപീകരിക്കുന്നത്. അവിടെയും നമ്മൾ ആ സിമിത്തേരിയുടെ നടുവിൽ
ഒരു ചെറിയ പള്ളി പണിത് വാസ്തവത്തിൽ നമ്മുടെ ആ പൂർവ്വ പാരമ്പര്യം നമ്മൾ പിടിച്ചെടുക്കുകയായിരുന്നു. പള്ളിക്ക് ചുറ്റും വേണം മരിച്ചുപോയവരും അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെടേണ്ടവരുടെ ആ ഒരു സ്ഥലവും ജീവിച്ചിരിക്കുന്ന ഒരു പള്ളിക്കകത്ത് ആയിരിക്കുമ്പോൾ ആ പള്ളിയോട് ചേർന്ന് പള്ളിക്ക് ചുറ്റും വേണം മരണമടഞ്ഞവരും എന്നുള്ള ഒരു വലിയൊരു നമ്മളുടെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ സവിശേഷമായ ഒരു ആചാരം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ചിന്ത സെൻറ്റ് അഗസ്റ്റിൻ അമ്മയോടൊത്ത്, അവർ ആഫ്രിക്കക്കാരാണല്ലോ, അവർ ഇറ്റലിയിൽ താമസിച്ചിരുന്ന കാലത്ത് അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് ഉണ്ടായി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഈ അമ്മ മകനോട്, അഗസ്റ്റിൻ്റെ അമ്മ അഗസ്റ്റിനോട് പറഞ്ഞു, നമ്മളിപ്പോൾ വിദേശത്താണ്, എന്നെ എവിടെ സംസ്കരിച്ചാലും അൾത്താരയിൽ നീ എൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ആർ.വി. തോമസിൻ്റെ ഓർമ്മ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു അനശ്വര സ്വഭാവം നമ്മളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് തോമസ് സാറിനെ കുറിച്ച്. എങ്കിലും അൾത്താരയിൽ ഇതുപോലെ ഓർമ്മിക്കണം എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്മ പറഞ്ഞ ആ ഒരു ചിന്തയുടെ തുടർച്ച നമ്മൾ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും, പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നു നമ്മളുടേത് സീറോ മലബാർ സഭ അങ്ങനെയുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതുപോലെ പാരമ്പര്യം മൂല്യമുള്ള കുടുംബങ്ങൾ എല്ലാം അത് ചെയ്യുന്നുണ്ട്. ആർ.വി. തോമസ് സാറിനെ ഇന്ന് നമ്മൾ അൾത്താരയിൽ ഓർക്കുകയാണ്, പരിശുദ്ധ കുർബാനയിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ഈ തിരുക്രമങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. ചാലിലച്ചനും നമ്മുടെ രൂപതയുടെ ചള്ളാളച്ചനും തലച്ചെല്ലൂരച്ചനും അതുപോലെ നിങ്ങളിവിടെ ഇരിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഇൽമായ സഹോദരങ്ങളുമെല്ലാം വളരെ നമ്മളുടെ സമൂഹത്തിൽ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ സാന്നിധ്യം തന്നെ എത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് നമ്മൾ ആർ.വി. തോമസ് സാറിനെ അൾത്താരയിൽ ഓർക്കുന്നത് എന്നതിൻ്റെ ഒരടയാളം കൂടിയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനം കർത്താവ് ശിഷ്യന്മാരോട്, നമ്മളോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം. ആർ.വി. തോമസ് സാറ് ഈ സംസ്ഥാനത്തിൻ്റെ ഉപ്പായിരുന്നു. ഉപ്പിൻ്റെ ഒരു പ്രിസർവേറ്റീവ് റോള്, ചീഞ്ഞു പോകാണ്ട് കേടുപിടിക്കാണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കത്തക്ക രീതിയിൽ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ആ ഒരു പ്രിസർവേറ്റീവ് റോളാണ് ശിഷ്യന്മാരോട് ഈശോ ആവശ്യപ്പെട്ടത്. ഈശോ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നമ്മൾ ശീശ്മകൾ പറയുകയും അധാർമികമായിട്ട് ജീവിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് അല്ലാണ്ട് മറ്റുള്ളവരാൽ ചവിട്ടപ്പെടുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഉറകെട്ട ഉപ്പും നല്ലതുപോലെ വെളുത്തിരിക്കും, അതിൻ്റെ അപ്പിയറൻസ് ഡിസെപ്റ്റീവാണ്. കാര്യത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളെ ഇച്ഛിച്ചു കളയും, അത് ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ആവുകയാണ്. ആർ.വി. തോമസ് സാറിനെ രാഷ്ട്രീയമായിട്ടും സഭാത്മകമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല ക്രൈസ്തവ മൂല്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രിസേർവ് ചെയ്ത് നമ്മുടെ സമൂഹത്തെ മറ്റ് അനാചാരങ്ങളിൽ നിന്ന് ഒക്കെ മാറ്റി സൂക്ഷിച്ച ഒരു വ്യക്തിയാണ്. ഈ ഉപ്പിൻ്റെ ആ ഒരു സവിശേഷത കറപ്ഷനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചീഞ്ഞു പോകാണ്ട് ഇന്ന് ലോകത്തിൽ ഒരുപാട് അഴിമതികൾ, കറപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ആർ.വി. തോമസ് സാറിൻ്റെ പോലെയുള്ള വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രസക്തി. സാൾട്ടഡ് അല്ലാത്ത, ഉപ്പ് കൂട്ടി രുചികരമായി വിളമ്പാത്ത പ്രബോധനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ടേസ്റ്റുള്ള രീതിയിൽ നമുക്ക് ഏതു കാര്യവും മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാൻ, രുചികരമായ രീതിയിൽ അവർക്ക് അനുഭവപ്പെടാനൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു വലിയ സവിശേഷമായ ചിന്തയിലേക്കാണ് ഈ അനുസ്മരണം നമ്മളെ എത്തിക്കുന്നത്. യൂദാസ് ടേസ്റ്റ്ലെസ് സാൾട്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഭിമുഖ്യങ്ങൾ മാറി ഉപ്പായിട്ട് ആ ചെറിയ സമൂഹത്തിലും അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നുമായിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാണ്ട് പോയി. അത് നമുക്ക് ഒരു ചലഞ്ചായിട്ട് നമ്മൾക്ക് എടുക്കാം. പ്രിയങ്കരനായ ആർ വി തോമസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയ ആ ലവണാംശം വളരെ രുചികരമായ ഒന്നായിരുന്നു. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും തോറും വായിക്കും തോറും അറിയും തോറും വാസ്തവത്തിൽ അദ്ദേഹം എക്സെപ്ഷണലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള അനുസ്മരണങ്ങൾ നടത്താനായിട്ടൊരു സ്വാഭാവിക ഉൾപ്രേരണ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും എല്ലാം ഉള്ളത്. ആർ വി തോമസ് സാറിൻ്റെ അനശ്വരമായ മൂല്യങ്ങൾ തുടരുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഏറ്റവും സുവിശേഷമായ രീതിയിൽ നമ്മളുടെ പ്രിയങ്കരനായ ശ്രീത്വം സാറിനെ അദ്ദേഹത്തിൻ്റെ നാനാവിധമായ കഴിവുകളും സിദ്ധികളും നമ്മുടെ രൂപതയ്ക്കും കേരളത്തിന് പുറത്തും എല്ലാം ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഈ ദിവസങ്ങളിൽ എല്ലാം രൂപതയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വരികയും പ്രസംഗിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്തു. രൂപതയുടെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് അദ്ദേഹം രൂപതയോട് കാണിക്കുന്ന ആ കരുതലും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങൾ സാറിനോടും നമ്മുടെ രൂപതയോടും ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. സാറിൻ്റെ തന്നെ സ്വന്തം സഹോദരങ്ങളും മാണിച്ചനും മറ്റെല്ലാവരും ഇവിടെയുണ്ട്. അവർ ഇത്തരത്തിലുള്ള നമ്മളുടെ സഭയുടെ ഒരു പൈതൃകം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു കാറ്റക്കേസിസ് കൂടിയാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്. മരിച്ചുപോയ പൂർവികരുടെ ഓർമ്മ അത് നമ്മളുടെ ഓർമ്മ തന്നെയാണ്, സഭയുടെ ഓർമ്മയാണ്, ഈശോയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അത്തരത്തിൽ നമുക്കതിനെ കാണുന്നതിനുള്ള അവസരമായിട്ടൂടെ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുമുള്ള കൂടിവരവ് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.